എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറൻറ്റില്. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസ ആവില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആരെങ്കിലും നാട്ടുകാർ പറഞ്ഞു, വന്നോളെ കസ്റ്റമേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഓപ്പൺ കിച്ചൺ കണ്ടേലെ മാമു വായക്കൂടി ഇറങ്ങും എന്നുള്ളത്? അല്ല, ആരാ പറഞ്ഞ ഞങ്ങൾക്ക് മൃണാലിനോട് ആ കോൺസെപ്റ്റിനകത്ത് മൃണാലിനോട് പോയിട്ട് ഓപ്പൺ കിച്ചൺ വെക്കാൻ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും. പോയിട്ട് ഓപ്പൺ കിച്ചൺ വെക്കാൻ ഏതെങ്കിലും ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണോ താനാ വെച്ചേ? ഇനി ഏതെങ്കിലും ഒരു കസ്റ്റമർ പറഞ്ഞാൽ താനത് അടയ്ക്കൂ? അപ്പൊ തന്റെ കോൺസെപ്റ്റ്, തന്റെ ബുദ്ധി, തന്റെ ഐഡിയ പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം, അതിൽ 2 ലക്ഷം മുടക്കാൻ തന്റെ പ്രശ്നം. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇതെന്താ അറിയോ, ഇത് സത്യത്തിൽ ഇയാളുടെ ഈ ഒരു വർത്താനം ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കാശ് കൊടുത്ത് അവിടുന്ന് തിന്നവൻ വരെ വേണമെങ്കിൽ വായിൽ വരട്ട് ഛർദ്ദിച്ച് കളഞ്ഞു പോകും. കേൾക്കാൻ വയ്യ ഈ പായാരെന്ന് പറഞ്ഞിട്ട്. എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച്? മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ആര് പറഞ്ഞു പരാതി ഉണ്ടാവില്ല എന്നുള്ളത്? ബാക്കി ഹോട്ടലുകളിൽ പോയി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുത്തെ ഹൈജീനെ കുറിച്ചും അവിടുത്തെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്ന ആ വിഷയങ്ങൾ ഇതൊക്കെ മലയാളികളുടെ മുന്നിലുള്ളതാണ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. മൃണാൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നാട്ടുകാരോട് നോക്കിയത് ബാക്കി തള്ളുകളുടെ ഒപ്പം നിൽക്കുന്ന സാധനമാണോ ഇത് എന്നുള്ളതാണ്. പിന്നെ ചൂടാണ്ട് ഇല്ല, അത് മറന്നുപോയോ താനതൊക്കെ? വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ആ ഹോട്ടലിന്റെ ഇന്ന കോൺസെപ്റ്റ് ഇന്ന രീതിയിലാവണം, ഇന്ന രീതിയിൽ ഫുഡ് കൾച്ചർ മാറണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞു വൻ രീതിയിലുള്ള സാധനങ്ങൾ അഴിച്ചു വിട്ടിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഉത്തരം പറ. ഹോട്ടലിന്റെ വലുപ്പം അനുസരിച്ചും അവിടെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും നിങ്ങൾക്ക് വേസ്റ്റ് ഡിസ്പോസൽ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്തു, മനസ്സിലായോ? അതിനെന്തിനാ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോണു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും വലിയൊരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 14,000-5,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ പൊല്യൂഷൻ കൺട്രോളിന്റെ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏത് തട്ടുകുളം തുടങ്ങുന്നതിനടക്കം അവിടെ എല്ലാ പേപ്പേഴ്സും വേണം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്, അതെനിക്കറിയാം. അറിയാലോ, പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. ഞാനൊരു ഫുഡ് റിവ്യൂ ചെയ്യുന്ന ആളായതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടോ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ടോ ആർക്കും എന്നോട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ളത് മൃണാലിനെ എങ്ങനെ പറയാൻ പറ്റും? താൻ റീച്ചിൽ നിന്ന സമയത്ത്, തന്റെ റീച്ചിന്റെ പീക്കിൽ നിന്ന സമയത്ത് തന്നെ പേടിച്ചാലും പറഞ്ഞില്ല എന്നുള്ളതായിരിക്കും അതിന്റെ റിയാലിറ്റി. ഇന്റെ നാട്ടിൽ തന്നെ താൻ വന്നു പോയൊരു ഹോട്ടലുകാരെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. ഈ മൃണാൽ എന്നുള്ള പേരും മാറ്റി താൻ അതിന്റെ ഓണർ ആയിക്കോ, ഇൻവെസ്റ്റർ ആയിക്കോ, മേജർ ഷെയർ ഹോൾഡർ ആയിക്കോ, താൻ വന്ന് പ്രൊമോട്ട് ചെയ്യരുത്. താൻ വായ ഉറക്കരുത് അതിന്റെ പേരിൽ. ആദ്യം മുതലേ പറയുന്നതാണ്, ഇപ്പോഴും അതാണ് പറയുന്നത്. താൻ മിണ്ടാതിരുന്ന അത് കഴിച്ചിലായി പോകും. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലയത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.